إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات ഒരു മുഅ്മിൻ അവൻ തൻ്റെ അയൽവാസികളോട് ഇടപഴകേണ്ട രൂപം, ഇസ്ലാം പഠിപ്പിച്ച കടമകൾ, അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അന്ന് നമ്മൾ ആരാണ് അയൽവാസികളെന്നും അയൽവാസികളോട് ഗുണം ചെയ്യുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചുമുള്ള ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതോടുകൂടെ മുഅ്മിനുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അതോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും സ്വഹീഹായ അഭിപ്രായം അനുസരിച്ച് ആ നാട്ടിലെ അവസ്ഥ അനുസരിച്ച് ആ നാട്ടുകാർ അയൽവാസികളായി കാണുന്ന ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ഗുണങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ തന്നെ ആ ഗുണം ചെയ്യൽ ഏറ്റവും കടപ്പെട്ടവർ അയൽവാസികളിൽ ആരാണ് എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ലദബുൽ മുഫ്രദിൽ സ്വഹീഹായി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ജാറൈനി, എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്. ഫഇല അയ്യിഹിമാ ഉഹ്ദി, അവരിൽ ആർക്കാണ് ഞാൻ നൽകേണ്ടത്? അതല്ലെങ്കിൽ ഒരു കാര്യം നൽകുമ്പോൾ മുൻഗണന നൽകേണ്ടത് ആർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഇലാ അഖ്റബിഹിമാ മിൻകി ബാബൻ, വാതിലിനാൽ നിന്നോട് ഏറ്റവും അടുത്തവരാരാണോ, അവർ രണ്ടുപേരിൽ നിന്നോട് വാതിലിനാൽ ഏറ്റവും അടുത്തവരാരാണോ അവരിലേക്കാണ് നീ മുൻഗണന നൽകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ അയൽവാസികളിൽ തന്നെ അവരിൽ ഏറ്റവും അടുത്തവരാരാണോ അവർക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അതിനുള്ള ഹിക്മത്ത് മഹാനായ ഇബ്നു ഹജർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. അൽ ഹിക്മത്തു ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തവരോട് മുൻഗണന കൊടുക്കാൻ പറയാനുള്ള ഹിക്മത്ത്, അന്നൽ അഖ്റബ യറാ മാ യദ്ഖുലു ബൈത ജാരിഹി മിൻ ഹദിയ്യത്തിൻ വഗൈരിഹാ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടിനോട് ഏറ്റവും അടുത്തവനാണ് അവന്റെ വീട്ടിലേക്ക് വരുന്ന സമ്മാനങ്ങളും അതേപോലെ ഓരോ കാര്യങ്ങളും അവന്റെ വീട്ടിലേക്ക് വരുന്ന പ്രവേശിക്കുന്ന കാര്യങ്ങളൊക്കെ
ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുന്നവൻ അത് അടുത്തവനാണ്. മാത്രവുമല്ല, എന്നിട്ട് ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാ അത് കഴിഞ്ഞിട്ട് വിശദീകരിക്കുന്നത് കാണാം, വഅന്നൽ അഖ്റബ അസ്റഉ ഇജാബത്തൻ ലിമാ യഖഉ ലിജാരിഹി മിനൽ മുഹിമ്മാത്ത്. ഒരാൾക്ക് അവന് എന്തെങ്കിലും ഒരു ആപത്ത് ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമായ എന്തെങ്കിലും വിഷയം സംഭവിച്ചാൽ അവനിലേക്ക് ഏറ്റവും വേഗതയിൽ ഉത്തരം ചെയ്യുക അല്ലെങ്കിൽ അവന് വേണ്ട ആവശ്യങ്ങൾ ഏറ്റവും വേഗത്തിൽ നിർവഹിച്ചു കൊടുക്കുക അടുത്തുള്ളവനാണ്, അടുത്തുള്ള അവകാശിയാണ്. നേരെ മറിച്ച് ദൂരെയുള്ളവൻ അത് കണ്ടുകൊള്ളണമെന്നില്ല. അപ്പൊ വീടിനോട് ഏറ്റവും അടുത്തു കിടക്കുന്നവനാണ് അവന് എന്തെങ്കിലും ചിലപ്പോ അകന്ന കുടുംബക്കാർ, നമ്മുടെ അടുത്ത കുടുംബക്കാരുണ്ടായേക്കാം, അവരെക്കാളും അന്യനായ കുടുംബബന്ധമില്ലാത്ത അടുത്ത അയൽവാസിയായിരിക്കും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഓടി വരികയും നമുക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യേണ്ടത് അവനായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയാനുള്ള കാരണമായി ഒരു ഹിക്മത്തായി ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നത് കാണാം. ഏതായാലും അയൽവാസികളോടുള്ള ഗുണം ചെയ്യൽ ഇസ്ലാം അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സൂക്ഷ്മമായി നല്ല ഒരു ഫലമുള്ള ഒരു ഉണർത്തൽ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നുണ്ട്. അതെന്താ? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഹദീസുകളിൽ കാണാൻ സാധിക്കും, യാ അബൂദർ, ഏ അബൂദറെ, ഇദാ തബഖ്ത മറഖ, നീ കറി പാകം ചെയ്യുകയാണെങ്കിൽ ഫഅക്സിർ മാഅൽ മറഖ, അപ്പോ കറിയിലെ വെള്ളം അത് കുറച്ച് നീ അധികരിപ്പിക്കണം. വെള്ളം അധികരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് വതആഹദ് ജീറാനക, നിന്റെ അയൽവാസിയെ കുറിച്ച് നീ അന്വേഷിക്കുകയും അവന് വേണ്ടി നീ കൊടുക്കുകയും ചെയ്യണം. അവഖ്സിം ഫി ജീറാനിക, അല്ലെങ്കിൽ നിന്റെ അയൽവാസികളിൽ നീ അത് ഭാഗിക്കണം, നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ വലിയൊരു കാര്യം തന്നെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? നീ കറി ഉണ്ടാക്കുമ്പോ അതിൽ കുറച്ച് വെള്ളം നീ അധികരിപ്പിക്കണം, എന്നിട്ട് അയൽവാസികൾക്ക് നീ കൊടുക്കാൻ ശ്രമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ. അതിൽ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ പറയുകയാണ്, വഹുവ തംബീഹുൻ ലതീഫുൻ അലാ തൈസീരിൽ അംരി അലൽ ബഖീൽ. ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ സൂക്ഷ്മമായ ഒരു ഫലവത്തായ ഒരു ഉണർത്തലുണ്ട്. ആരുടെ മേൽ? പിശുക്കന്റെ മേൽ കാര്യം എളുപ്പമാക്കുന്ന ഒരു സൂചന അതിലുണ്ട്. പിശുക്കനായാലും ശരി, കാരണം അവന് ഈ കാര്യം നിർവഹിക്കാൻ കഴിയും. കാരണം എന്താ? അദ്ദേഹം പറയുകയാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് എന്താ? വലിയ വിലയൊന്നുമില്ലാത്ത, വലിയ പൈസയൊന്നുമില്ലാത്ത ഒരു വസ്തുവാണ്, ഒരു കാര്യമാണ്, വെള്ളമാണ് അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ കറിയിലുള്ള മാംസം നീ വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. മറിച്ച് ആർക്കും കഴിയുന്ന കുറച്ച് വെള്ളം അധികരിപ്പിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ പറയാ, കാരണം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല ഇറച്ചിയോ അങ്ങനെ വിലപിടിപ്പുള്ള എന്തെങ്കിലുമാണ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവർക്കും അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഹിക്മത്തോടു കൂടി പറഞ്ഞ കാര്യം എന്താ? കുറച്ച് വെള്ളം നിങ്ങൾ അധികരിപ്പിക്കുക. അത് പിശുക്കന്റെ മേലും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അപ്പോ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഒരു വെള്ളം പോലും നിങ്ങൾ വർദ്ധിപ്പിച്ച് അയൽവാസിക്ക് നിങ്ങൾ കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അയൽപക്ക ബന്ധത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധാരാളം ഹദീസുകളിൽ ഒരു ഉത്തമനായ ഒരു അയൽവാസി, മറ്റുള്ളവന്റെ ഒരു ഉത്തമനായ ഒരു സ്വാലിഹായ അയൽവാസിയായി നമ്മൾ എല്ലാവരും ആയിത്തീരണം. അതിനുവേണ്ടിയാണ് ഇസ്ലാം
ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു ഖൈറായ അയൽവാസി, ഒരു നല്ല അയൽവാസി എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ ബാബു ഖൈറിൽ ജീറാൻ എന്ന അധ്യായത്തിൽ അൽ അദബുൽ മുഫ്രദിൽ സ്വഹീഹായി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ആളുകൾ വെച്ച് ഏറ്റവും ഖൈറായവൻ, ഖൈറുഹും ലിസ്വാഹിബിഹി, അവരിൽ ഏറ്റവും ഖൈറായവൻ തന്റെ അസ്ഹാബുകളോട്, തന്റെ അനുയായികളോട് ഏറ്റവും ഖൈറായ രൂപത്തിൽ വർത്തിക്കുന്നവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഖൈറുൽ ജിറാനി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അയൽവാസികൾ വെച്ച് ഏറ്റവും ഖൈറായവൻ, ഉത്തമമായവൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. ഖൈറുഹും ലിജാരിഹി, തന്റെ അയൽവാസിയോട് ഏറ്റവും ഖൈറായ നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ജീറാനുകളുടെ കൂട്ടത്തിൽ, അയൽവാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. നമ്മൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരായിരിക്കും, പകൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും, ധാരാളം സദഖകൾ നൽകുന്നവരായിരിക്കും, ധാരാളം നന്മകൾ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ തന്റെ നാവുകൊണ്ട് അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണെങ്കിൽ, പ്രയാസപ്പെടുത്തുന്ന ആളാണെങ്കിൽ അവനിൽ ഖൈറില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര ഗൗരവമുണ്ട് അയൽപക്ക ബന്ധത്തിന്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അൽ അദബുൽ മുഫ്രദിൽ സ്വഹീഹായി ഉദ്ധരിച്ച ഒരു ഹദീസാണ്, ബാബു ലാ യുഅ്ദി ജാറഹ്, തന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന അധ്യായത്തിൽ ഒരു ഹദീസ് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖീല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫുലാന, ഒരു സ്ത്രീ, എന്താ അവളുടെ പ്രത്യേകത? തഖൂമുൽ ലൈല, രാത്രി നിന്ന് നമസ്കരിക്കുന്ന സ്ത്രീയാണ്. വതസൂമുൻ നഹാർ, പകലിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയാണ്. വതഫഅലു, ധാരാളം നന്മകൾ ചെയ്യുന്ന സ്ത്രീയാണ്. വതസദ്ദഖു, സദഖ നൽകുന്ന സ്ത്രീയാണ്. എന്നാൽ അവസാനമായി ആ സ്ത്രീയെ കുറിച്ച് അവർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, പക്ഷെ ഈ ഗുണങ്ങളൊക്കെ ചെയ്യുന്ന ആ സ്ത്രീയുടെ സ്വഭാവം ഒരു സ്വഭാവമാകുന്നു, തന്റെ അയൽവാസിയെ നാവുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവളാണ്. അപ്പൊ നബിയെ, എന്താണ് ഈ പെണ്ണിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫിഹാ, അവളിൽ ഖൈറില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിന്റെ അവകാശികളിൽപ്പെട്ടവളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്ന് നമസ്കരിക്കുന്നവളാണ്, നോമ്പനുഷ്ഠിക്കുന്നവളാണ്, സദഖ നൽകുന്നവളാണ്, നന്മ ചെയ്യുന്നവളാണ്. പക്ഷെ തന്റെ അയൽവാസിയെ നാവ് പോരാ, നാവ് കൊണ്ട് അയൽവാസിയെ വല്ലതും പറയുകയോ ആ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്ത ഒരു സ്ത്രീ, ആ വാക്ക് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? ലാ ഖൈറ ഫിഹാ, അവളിൽ ഖൈറില്ല എന്നാണ്. ഈ ഹദീസ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അതിന്റെ ഗൗരവം കൊണ്ടാണ്. മറിച്ച് ആ സ്ത്രീ ചെയ്ത രാത്രി നമസ്കാരങ്ങളും നോമ്പും സദഖകളും ഈ ഒരു ഹറാമ് ചെയ്തത് കൊണ്ട് ഇല്ലാതായി പോകുന്നില്ല. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം കണക്കിലെടുത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നരകത്തിന് അർഹമാക്കുന്ന ഹറാമായൊരു പണിയാണത് എന്നാണ്. അല്ലാതെ ഇത് ചെയ്തത് കൊണ്ട് അവൾ ചെയ്ത ആ നമസ്കാരവും നോമ്പും ഇല്ലാതായി പോകുന്നില്ല. എങ്കിലും ഇത് അതിന്റെ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. എന്നിട്ട് വീണ്ടും സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, വഫുലാന, മറ്റൊരു സ്ത്രീ, തുസല്ലിൽ മക്തൂബ, അവള് രാത്രി നിസ്കാരമല്ല നിർബന്ധ നമസ്കാരമൊക്കെ മുഴുവനും നിർവഹിക്കും. അതേപോലെ വതസദ്ദഖു ബിഅസ്വാർ, ധാരാളമായി സമ്പത്തുകളോ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും അവളുടെ കയ്യിൽ സ്വതക്ക നൽകാനില്ല. മറിച്ച് പാൽക്കട്ടികൾ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്വതക്ക കൊടുക്കുകയും ചെയ്യും. അപ്പൊ നിർബന്ധസ്കരം നിർവഹിക്കുകയും ചെറിയ ചെറിയ പാൽക്കട്ടി പോലത്തെ സാധനങ്ങളൊക്കെ അവൾ സ്വതക്ക നൽകുകയും ചെയ്യും.
വലാ തുഅ്ദി അഹദൻ, മാത്രമല്ല ഒരാളെയും ആ സ്ത്രീ ബുദ്ധിമുട്ടിക്കുകയുമില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ള ആളുകൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത സ്ത്രീയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പൊ നോക്കിക്കേ, അയൽവാസിയെ ഉപദ്രവിക്കുന്നതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഹറാമാണ്, നരകത്തിലേക്ക് പോകാൻ അർഹമാക്കുന്ന കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മൻ, ഒരാൾ, എന്താ അവന്റെ പ്രത്യേകത? ലാ യഅ്മനു ജാറുഹു, അവന്റെ അയൽവാസി സുരക്ഷിതനല്ല, നിർഭയമുള്ളവനല്ല. ബവാഇഖഹു, തന്റെ ഈ ആളുടെ ഷർറിൽ നിന്ന് അയൽവാസി നിർഭയനല്ല. അങ്ങനെയുള്ള അക്രമിയായ അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കുഫർ ഇല്ലാത്ത എന്നാൽ ചില തെറ്റുകൾക്കൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീരെ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന മാനക്കല്ല. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഒന്നുകിൽ അയൽവാസിയെ ദ്രോഹം ചെയ്യുക എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായ കാര്യത്തെ ഹലാലാണ് എന്ന് ഒരാൾ വാദിച്ചാൽ, അപ്പൊ അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുക എന്നുള്ളത് കാഫിറായി പോവും, കുഫറാണല്ലോ. അങ്ങനെ ആക്കിയാൽ അവൻ കാഫിറാണ്, ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല എന്നാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഹറാമ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോ അതിലേക്ക് മുൻകടന്നു പോകുന്ന വിജയികളായ കക്ഷികളോട് കൂടെ ഒന്നാമതായി സ്വർഗത്തിലേക്ക് അവർക്ക് മുൻകടക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അവർ പിന്തിപ്പിക്കപ്പെടും. അവർ ചെയ്ത ഈ തെറ്റിന് അള്ളാഹു അഫ്വ് ചെയ്തിട്ടില്ലെങ്കിൽ, വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. അള്ളാഹു വിട്ടുകൊടുത്താൽ അവർ പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കും. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അയൽവാസികളെ ദ്രോഹിക്കുക, അവരെ ശർറ് ചെയ്യുക എന്നുള്ളതിന്റെ ഗൗരവങ്ങളാണ് ഈ ഹദീസിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ, ഇന്ന് നമ്മുടെ നാട്ടിൽ അയൽപക്ക ബന്ധങ്ങളൊക്കെ വളരെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥകളാണ്. പലർക്കും അയൽപക്ക ബന്ധം അയൽവക്കത്തുള്ള ആളുകളെ സംബന്ധിച്ച് അറിയുക പോലുമില്ല. ചില ആളുകൾ പിണക്കത്തിലായിരിക്കും ദുനിയാവിന്റെ കാര്യങ്ങളിൽ. കൂടുതലും സ്ത്രീകളിലാണ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത്. സ്ത്രീകൾക്കിടെയാണ് പ്രശ്നങ്ങളും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട അനാവശ്യ വാക്കുകളും സംസാരങ്ങളും കൂടുതലും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ വിളിച്ചിട്ട്, മുസ്ലിങ്ങളായ സ്ത്രീകളെ വിളിച്ചിട്ട് പ്രത്യേകം താക്കീത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുസ്ലിമുകളായ സ്ത്രീകളെ, യാ നിസാ അൽ മുസ്ലിമാത്ത്, രണ്ട് വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറയുകയാണ്, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹാ, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹാ, ഒരു സ്ത്രീയും തന്റെ അയൽവാസിയായ സ്ത്രീയെ നിസ്സാരമാക്കരുത്. വലൗ ഫിർസിന ഷാത്തിൻ, അതായത് ഒരു അയൽവാസിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഈ തന്റെ അടുത്തുള്ള വീട്ടിലുള്ള സ്ത്രീക്ക് ഒരു ആടിന്റെ ഇറച്ചി, മാംസം വളരെ കുറവുള്ള, നന്നേ കുറവുള്ള ഒരു എല്ല് ആണ് കൊണ്ടുപോയി നൽകിയതെങ്കിലും അവളെ നീ നിന്ദിക്കാൻ പാടില്ല എന്നാണ്. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കാരണം മഹാനായ ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. നന്നേ ഇറച്ചി കുറഞ്ഞ എല്ല്, വളരെ കുറച്ച് ഇറച്ചിയ മാംസമേ ആ എല്ലിന്റെ മുകളിൽ ഉണ്ടാവും. അങ്ങനത്തത് ഒരാൾക്ക് കൊണ്ടുപോയി നൽകുക എന്നുള്ളത് പതിവിന് ഉണ്ടാവാത്ത ഒരു കാര്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താ? ഒരു ആൾ ഒരു ചെറിയ വസ്തുവാണെങ്കിൽ പോലും ഒരു അയൽവാസിക്ക് അത് നൽകിയാൽ അത് വാങ്ങണമെന്നും അത് സ്വീകരിക്കണമെന്നും അത് നിസ്സാരമായി കാണരുതെന്നും എന്നുള്ളതിലേക്കുള്ളൊരു സൂചന, അതിന്റെ ഒരു ഗൗരവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു സംസാരം ഹദീസിലൂടെ പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു കാര്യമാണ്. ചിലപ്പോ ആളുകൾ വിചാരിക്കും, ചില സ്ത്രീകളൊക്കെ പറയും,
എന്താ പത്, ഇതിപ്പോ എന്തിനാ കൊണ്ടുതന്നത് എന്നൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ചുള്ള വർത്താനം അങ്ങനെ നമ്മളിൽ നിന്നുണ്ട്, ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ഒരാൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ അയൽവാസിയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ, അവന്റെ തോന്നിവാസങ്ങളും അവന്റെ പീഡനങ്ങളും സഹിക്കവയ്യാതെ വീട് ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥ പോലുമുണ്ട്. ഇതൊക്കെ വളരെ ഗൗരവമേറിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ സഹാബാക്കളും നമുക്ക് അക്കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മാ മിൻ റജുലൈനി, രണ്ട് ആളുകൾ യതസാറമാനി ഫൗക സലാസതി അയ്യാം, അവർ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുകയാണ്. 3 ദിവസത്തിലും അപ്പുറമായി രണ്ടാളുകൾ പിണങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഫയഹ്ലികു അഹദുഹുമാ, ആ 2 പേരിൽ ഒരാൾ ആ സ്ഥിതിയിൽ അങ്ങ് മരിച്ചുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ നന്നാവാത്ത രൂപത്തിലാണ്, തെറ്റി നിൽക്കുന്ന അവസ്ഥയിൽ ഒരാൾ മരിച്ചുപോയി. അതോടുകൂടി അങ്ങനെ അവർക്ക് ദുനിയാവിൽ വെച്ച് നന്നാവാൻ സാധിച്ചില്ല. അങ്ങനെ ഫമാതാ, 2 പേരും മരിച്ചുപോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് മറ്റേ ആളും മരിച്ചുപോയി. അവർ മരിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? വഹുമാ അലാ ദാലിക മിനൽ മുസാറമ, പരസ്പരം തെറ്റിക്കൊണ്ട് തന്നെയാണ് ആ 2 ആളുകളും മരിച്ചു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ ഇല്ലാ ഹലക ജമീഅ, അവൻ നശിച്ചിരിക്കുന്നു, അവർ 2 പേരും നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഐ ഇസ്തൗജബൻ നാറ ബിസൂഇ അഅമാലിഹിമ, അവർ ചെയ്ത 3 ദിവസത്തിലും അപ്പുറം വെടിഞ്ഞു നിന്ന് നന്നാവാതെ ആ അവസ്ഥയിൽ മരിച്ചുപോയ മോശം പ്രവൃത്തി കാരണത്താൽ നരകം അവർക്ക് നിർബന്ധമായി എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് മനസ്സിലാക്കിയ സഹാബാക്കൾ പറഞ്ഞത് കാണാം, വമാ മിൻ ജാരിൻ, ഒരു അയൽവാസി. എങ്ങനത്തെ അയൽവാസിയാ? യസ്ലിമു ജാറഹു, ആ അയൽവാസി തന്റെ അയൽവാസിയെ അവൻ ആക്രമിക്കുന്നവനാണ്. വയഖ്ഹറഹു, അവനെ വിഷമിപ്പിക്കുകയും അവന്റെ കാര്യത്തിൽ അധികാരം ചെലുത്തുന്നവനുമാണ്. അവനെ വിഷമിപ്പിക്കുക, അവനെ അധികാരം ചെലുത്തുക, അവന്റെ സാധനങ്ങൾ കൈയടക്കുക, ഭൂമി കൈയടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് അവനോട് അക്രമം പ്രവർത്തിക്കുക, മോശമായി സംസാരിക്കുകയാണ്. ഏതുവരെ എന്ന് വെച്ചാൽ ഹത്താ യഹ്മിലഹു ദാലിക അലാ അൻ യഖ്റുജ മിൻ മൻസിലിഹി, ഈ മനുഷ്യന്റെ അക്രമം സഹിക്കവയ്യാതെ അത് കാരണത്താൽ ആ മനുഷ്യൻ തന്റെ വീട് വിട്ടു പോകുന്ന അവസ്ഥ വരെ എത്തി. അങ്ങനെ ഒരാൾ പോയാൽ ഈ അക്രമം ചെയ്തവൻ ഇല്ലാ ഹലക, അവൻ നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ അവന് നരകം നിർബന്ധമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ സഹോദരന്മാരെ, ഒരു മുഅ്മിനുകളായ മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒരു സ്വാലിഹായ തന്റെ അയൽവാസിക്ക് ഒരു സ്വാലിഹായ അയൽവാസിയായി തീരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. അയൽവാസികളോടുള്ള ഹക്കുമായി ഒരു മുസ്ലിമിന്റെ ഹക്ക് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതേപോലെ തന്നെ അയൽവാസികളെ ഉപദ്രവിക്കുക എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഒരു നല്ല അയൽവാസിയായി തീരുക എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ സൗഭാഗ്യമാണ്. നമ്മളൊരു നല്ലൊരു മനുഷ്യനായി തീർന്നാൽ നമ്മുടെ അയൽവാസികൾക്ക് നമ്മളൊരു സ്വാലിഹായ ഒരു അയൽവാസിയായിരിക്കും. അങ്ങനെ സ്വാലിഹായ അയൽവാസി ഉണ്ടാവുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ സൗഭാഗ്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ സ്വഹീഹായ ഹദീസിലൂടെ അക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിൻ സആദത്തിൽ മർഇൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ സൗഭാഗ്യത്തിൽ സആദത്തിൽപ്പെട്ട കാര്യമാകുന്നു അൽ മസ്കനുൽ വാസിഉ, ഒരു വിശാലമായ താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വലിയ വീടുണ്ടാക്കി അഹങ്കരിച്ചുകൊണ്ട് ഞാൻ വലിയ പണക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടി ആ നിലക്കല്ല. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്തിനു വേണ്ടിയാ ഒരു വിശാലമായ താമസ സ്ഥലം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ലിആദമി തകശുഫിൽ ഔറാത്ത്, തന്റെ ഔറത്തുകൾ, തന്റെ കുടുംബാംഗങ്ങളുടെ ഔറത്തുകളൊന്നും മറ്റുള്ളവർ കാണാതെ വെളിവാകാതിരിക്കാൻ വേണ്ടിയാണ്. വഇംകാനിയത്തി ഫസ്ലിൽ ബനീനി അനിൽ ബനാത്ത് ഫിൽ ഔഖാത്തി ലത്തി ലാ ബുദ്ദ മിൻഹാ,
നിശ്ചിത സമയമെത്തിയാൽ വളരെ നിർബന്ധമായും ആൺകുട്ടികളെ, ആൺമക്കളെ, പെൺമക്കളെയും വേർതിരിച്ച് കിടത്തേണ്ട അവസ്ഥ വരും. അപ്പൊ അതിനൊക്കെ സാധിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി വഗൈരിദാലിക്, അതല്ലാത്ത ഗുണങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഒരു വിശാലമായ താമസ സ്ഥലം ഉണ്ടാവണമെന്ന്, അതൊരു മുസ്ലിമിന്റെ സൗഭാഗ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ വലിയ ഇസ്രാഫോടുകൂടി അമിതമായി ദുർവ്യയം ചെയ്ത് പണം ചെലവഴിച്ച് വീടുണ്ടാക്കുക എന്നുള്ളത് അത് സൗഭാഗ്യമല്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ സൂക്ഷിക്കട്ടെ മിനൽ ഇസ്റാഫ്, അതിര് കവിയുന്നതിൽ നിന്ന്, ഫിൽ ബിനാഇ വൽ മസ്കൻ, അവന്റെ പാർപ്പിടത്തിലും താമസ സ്ഥലത്തിലൊക്കെ അതിര് കവിയുന്നതിന് അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. കമാ യഫ്അലു കസീറും മിനൻ നാസ്, ധാരാളം ആളുകൾ ചെയ്യുന്നത് പോലെ. യുൻഫിഖൂനൽ അംവാല ത്വായില, ധാരാളമുള്ള അധികമുള്ള പണം അവർ ചെലവഴിക്കും. ഫീമാ ലാ യൽസം, ആവശ്യമില്ലാത്ത കാര്യം ധാരാളമായിട്ട് അനാവശ്യമായിട്ട് അലങ്കരിക്കുകയാണ്. ഫഹാദാ മിനശ് ശഖാ, അത് ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ്. ലാ മിനസ് സആദ, സൗഭാഗ്യത്തിൽപ്പെട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മുസ്ലിമിന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതല്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ ജാറുസ് സ്വാലിഹുന, ഒരു സാലിഹായ നല്ല അയൽവാസി. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, നമുക്ക് ഖൈറ് പറഞ്ഞു തരുന്ന, നമുക്ക് നന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന, തിന്മ നമ്മളിൽ കണ്ടാൽ അത് വിരോധിക്കുന്ന. ഖുർആൻ പറഞ്ഞല്ലോ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഹക്ക് കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്ന, നമുക്ക് ഗുണം ചെയ്യുന്ന ആ രൂപത്തിലുള്ള ഒരു സ്വാലിഹായ അയൽവാസി ഉണ്ടാവുക എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. വൽ മർക്കബുൽ ഹനീഉ, ഒരു നല്ല വാഹനം. അത് സക്കാത്ത് നൽകാനും കുടുംബ ബന്ധം പുലർത്താനും ഹജ്ജ് നിർവഹിക്കാനും ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു വാഹനം. ഈ കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളും ഒരു മുസ്ലിമിന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ 4 കാര്യങ്ങൾ പറഞ്ഞത് കാണാം. ഒരു നല്ല സ്ത്രീ, സ്വാലിഹായ ഒരു ഭാര്യ, അതും ഒരു മുസ്ലിമിന്റെ സൗഭാഗ്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വഅർബഉ മിനശ് ശഖാ, 4 കാര്യങ്ങൾ അത് ഒരാളുടെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതേതൊക്കെ? അൽ ജാറുസൂ, മോശമായ അയൽവാസി. നമുക്കറിയാം, ഒരു മോശമായ അയൽവാസിയാണുള്ളത്. ദുർനടപ്പുകാരനാണ്, കള്ളനാണ്, അല്ല തോന്നിവാസിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഗുണങ്ങൾ ചെയ്തു തരാത്തവനാണെങ്കിൽ നമുക്കുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ മോശം അയൽവാസി ഉണ്ടാവുക എന്നുള്ളത് അത് ഒരാളുടെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വൽ മർഅതു സൂ, മോശമായ സ്ത്രീ, വ്യഭിചാരിയായ തോന്നിവാസിയായ ഒരു സ്ത്രീ, ഒരു ഭാര്യ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ മർക്കബുസൂ, മോശമായ വാഹനം, വൽ മസ്കനു ദയ്യിഖ്, ഇടുങ്ങിയ അഥവാ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ഹറാമുകൾ എന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അവന്റെ ഇസ്ലാമികരമായ ജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള പാർപ്പിടങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താ നമുക്കറിയാം. അയൽവാസികൾ അഥവാ അയൽവാസികളോടുള്ള ഗുണം ചെയ്യലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പറഞ്ഞല്ലോ, ലാ തഖൂമുസ് സഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല, ഹത്താ യഖ്തുല അർ-റജുലു ജാറഹ്, ഒരു മനുഷ്യൻ തന്റെ അയൽവാസിയെ കൊല്ലുന്നത് വരെ, വ അഖാഹു, തന്റെ സഹോദരനെ കൊല്ലുന്നത് വരെ, വ അബാഹു, തന്റെ പിതാവിനെ കൊല്ലുന്നത് വരെ എന്ന ഈ ഹദീസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഉപ്പയെയും സഹോദരനെയും കൊല്ലുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനോട് ചേർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിലാ പറഞ്ഞത്. എന്താ? ഒരാൾ അയൽവാസിയെ കൊല്ലുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചേർത്തി പറഞ്ഞു. ദൂരെയുള്ള ആളുകളെ കൊല്ലുക എന്നുള്ളത് വലിയ പാപമാണ്. അതിനേക്കാളും ഗൗരവം ഉണ്ടായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രത്യേകം പറഞ്ഞത്. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഒരാൾ തന്റെ അയൽവാസിയെയും തന്റെ സഹോദരനെയും തന്റെ പിതാവിനെയും കൊല്ലുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്ര സത്യമാണ്! ഇതൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അയൽവാസിയെ പോയിട്ട് സ്വന്തം വാപ്പയെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഉമ്മയെയും ഒക്കെ നിഷ്ഠൂരം ഒരു ഉളുപ്പും എന്ന ഒന്നുമില്ലാതെ ആളുകൾ കൊന്നുകളയുകയാണ്. അങ്ങനത്തെ ഒരു അസഹനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കടമകളും, അയൽവാസികളോട് കടമകളുണ്ട് എന്ന് മനസ്സിലാക്കുക, വാക്കുകൊണ്ട് മനസ്സിലാക്കുക എന്നതിനപ്പുറം അതിലുള്ള ഇസ്ലാം പറഞ്ഞ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ,
അതിന്റെ ഗൗരവം ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് പഠിച്ച സഹാബാക്കൾ തന്റെ അയൽവാസിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം മുജാഹിദ് റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം. കുൻതു ഇൻദ അബ്ദുല്ലാഹ് ബിൻ അംറിന്റെ അടുക്കലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ മകൻ ഒരു ആടിനെ ഇങ്ങനെ തൊലി ഉരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഗുലാം, കുട്ടിയെ, ഇദാ ഫറഗ്ത, നീ ആടിന്റെ തൊലി ഉരിച്ചു കഴിഞ്ഞാൽ ഫബ്ദ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിയായ ജൂതന് കൊടുത്തു തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഫഖാല റജുലുൻ മിനൽ ഖൗം, ആ കൗമപ്പെട്ട ഒരു പുരുഷൻ ചോദിച്ചു, യഹൂദി അൽ യഹൂദി അസ്ലഹകല്ലാഹ്, ജൂതനോ? അവരൊരു നിസ്സാർ ജൂതനല്ലേ, മുസ്ലിം അല്ലല്ലോ, ജൂതനല്ലേ എന്ന നിലക്ക് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്താ? ഇന്നി സമഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, യൂസി ബിൽ ജാർ, അയൽവാസിയുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്യുന്നതായിട്ട്, ഹത്താ ഖശീനാ അന്നഹു സയവരിസു, ആ അയൽവാസിക്ക് അനന്തരം നൽകുമോ എന്ന് വരെ ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അപ്പോ അയൽവാസിക്ക് അനന്തരം വരെ നൽകപ്പെടുമോ എന്ന് പോലും ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അത്രക്കും പ്രാധാന്യമാണ് അയൽപക്ക ബന്ധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമല് ചെയ്യുകയും അതിന്റെ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.